ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? ഇന്ന് നോമ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ആദ്യം തന്നെ നമ്മുടെ ബീഫ് കറിയിലേക്കുള്ള വെളുത്തുള്ളിയും ചെറുള്ളിയും ഇഞ്ചിയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെക്കുകയാണ്. ഇതൊക്കെ ഇനി ചതക്കാനുള്ളതാണ്. അങ്ങനെ ബീഫ് കറിയിലേക്കുള്ള സവോളയും തക്കാളിയും കൂടെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ ഇട്ടിട്ട് നമ്മുടെ കുക്കറിലിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഇന്ന് കുക്കറിലാണ് കറി ഉണ്ടാക്കുന്നത്. അതിനിടയിൽ പഴുത്തൊരു പപ്പായ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. പാലൊക്കെ കൂട്ടി ജ്യൂസ് അടിക്കുമ്പോൾ ഇതിന് നല്ല ടേസ്റ്റാണ്. 2 ഏലക്കായൊക്കെ കുത്തിയിട്ടിട്ട് അങ്ങനെ അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ജ്യൂസൊന്നും അടിച്ചിട്ടില്ല, ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കറിയിലേക്കുള്ള തേങ്ങയാണ്. ഇതിനിടയിൽ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് തേങ്ങയൊക്കെ അരച്ചൊഴിക്കുന്നുണ്ട്. അങ്ങനെ അതവിടെ സെറ്റായിട്ടുണ്ട്. ഇനി അടുത്ത പണി പത്തിരി ഉണ്ടാക്കലാണ്. ഇന്നും പത്തിരിയാണ് കേട്ടോ. ഞാൻ വെറുതെ ഒന്ന് ചെറിനോട് ചോദിച്ചു, ഇന്ന് നമുക്ക് നൂൽപുട്ട് ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇന്നും കൂടെ പത്തിരി ഉണ്ടാക്കുന്നു. അങ്ങനെ ഞാൻ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുള്ളതാണ്. അതൊക്കെ വാട്ടി കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പത്തിരികളൊക്കെ ഓരോന്നായിട്ട് പരത്തിയെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടയിൽ എൻ്റെ ട്യൂഷൻ കുട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ വന്നപ്പോൾ ഞാൻ നേരെ ഹാളിലേക്ക് പോയി. എൻ്റെ പത്തിരി പരത്തൽ നടക്കും, അവനെ പഠിപ്പിക്കലും നടക്കും. അവന് എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചിട്ടുള്ളതാണ്. പിന്നീട് സ്കൂളിൽ റിവിഷൻ തുടങ്ങിയിട്ടുണ്ട്. റിവിഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഠിപ്പിക്കാനും സുഖമാണ്. പിന്നെ ആൾ നന്നായിട്ട് പഠിക്കും കേട്ടോ, നല്ല കുട്ടിയാണ്. എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ കൊടുത്താൽ അവർ പെട്ടെന്ന് പഠിക്കുകയും ചെയ്യും. തെറ്റില്ലാതെ അവന് എഴുതി കാണിക്കും. അതുപോലെ ആൻസറൊക്കെ പറഞ്ഞു തരും കേട്ടോ. അതുകൊണ്ട് തന്നെ അവനെ പഠിപ്പിക്കാനും നമുക്കും ഒരു ഇൻട്രസ്റ്റാണ്. ഇതിനിടയിൽ ഞാൻ അവനോട് ഓരോ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസർ അവന് എഴുതി തരികയാണ് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ അറിയാമല്ലോ. അവനെ അങ്ങനെ പെട്ടെന്ന് പഠിപ്പിച്ച് ഞാൻ വിട്ടിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ പത്തിരിയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പത്തിരി ചുടലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. ഇന്നലെ സമൂസയിലേക്ക് ഉണ്ടാക്കിയിട്ടുള്ള മസാലൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഉണ്ടാക്കുന്നത്. അത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് കണ്ടപ്പോൾ ഇന്നും സമൂസ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു.
ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴേക്കും ലിച്ചും ലുലുവൊക്കെ സ്കൂളിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പുറത്ത് കളിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ കൂടെ ലിയക്കുട്ടിയുണ്ട്. അവരുടെ കുറച്ച് ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ലിയക്കുട്ടിനെ നോക്കുന്ന പണിയില്ല, അവളങ്ങനെ കളിച്ചുകൊണ്ടിരുന്നോളും. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പപ്പായ ജ്യൂസ് അടിച്ചു. ഇതിലേക്ക് പാൽ ഒഴിച്ചിട്ടുണ്ട്, ഏലക്കായ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു ഇത് കുടിച്ചപ്പം. പപ്പായ ജ്യൂസ് അടിച്ച് കുടിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജ്യൂസ് അടിച്ചിട്ടൊന്ന് നോക്കുകൊണ്ടിട്ടോ, നല്ല ടേസ്റ്റാണ്. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ തണ്ണിമത്തൻ മുറിച്ച് വെക്കുന്നുണ്ട്. ഇത് ഫ്രിഡ്ജിലായിരുന്നു കേട്ടോ. അങ്ങനെ നോമ്പ് തുറക്കാനുള്ള ടൈമായിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ടേബിൾ മേക്ക് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഒന്നും എടുത്ത് വെച്ചിട്ടില്ല, പത്തിരിയും കറിയൊന്നും എടുത്ത് വെച്ചിട്ടില്ല, ബാക്കിയുള്ളതൊക്കെ എടുത്ത് വെച്ചു. നോമ്പ് തുറക്കുമ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് പിന്നീട് നമ്മുടെ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പത്തിരിയൊക്കെ കഴിക്കാറ്. അങ്ങനെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞപ്പോൾ ഞാൻ പത്തിരിയൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഉള്ളത്. അങ്ങനെ അൽഹംദുലില്ലാ ഇന്നത്തെ നോമ്പും അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്